ട്രൂത്ത് സോഷ്യൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ട്രൂത്ത് സോഷ്യലാണ് ഇപ്പോൾ ഇന്ത്യയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. 100 മില്യൺ എക്സ് ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിൽ ആഗോള ആരാധക വൃന്ദവുമുള്ള സോഷ്യൽ മീഡിയ താരമായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രൂത്ത് സോഷ്യൽ എന്ന ചെറിയൊരു ബ്രാൻഡിൽ എന്താണ് കാര്യം? എന്താണ് ട്രൂത്ത് സോഷ്യലിൻ്റെ പ്രത്യേകത? ഇപ്പോൾ നരേന്ദ്രമോദി ട്രൂത്ത് സോഷ്യലിൽ കയറുന്നത് എന്തുകൊണ്ടായിരിക്കും? നോക്കാം മറ്റൊരു ട്രംപ് മോഡി ഡിജിറ്റൽ ഭായി ഭായിയുടെ കഥ. ട്രൂത്ത് സോഷ്യലിൻ്റെ കഥ പറയണമെങ്കിൽ 4 വർഷം പിറകിലേക്ക് പോകണം. 2021 ജനുവരി 6 അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയിച്ചു. ട്രംപ് തോറ്റു. അരിശം തീരാതെ ട്രംപ് അനുകൂലികൾ US ക്യാപിറ്റോൾ ആക്രമിച്ചു. ക്യാപിറ്റോൾ ആക്രമണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപിന് വിവിധ സോഷ്യൽ മീഡിയകളിൽ നിന്നും വിലക്കുകളുണ്ടായി. അന്ന് ട്വിറ്റർ വിലക്കി, ഫേസ്ബുക്ക് വിലക്കി. ആ സമയത്താണ് ട്രംപ് തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് 2022. അതിൻ്റെ പേരാണ് ട്രൂത്ത് സോഷ്യൽ. ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ കമ്പനിയുടെ പ്രധാന ഓഹരികളെല്ലാം. പിന്നീട് അദ്ദേഹം തൻ്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന് ഈ ഓഹരികളെല്ലാം കൈമാറി. എക്സും ഫേസ്ബുക്കും എല്ലാം പിന്നീട് ട്രംപിനുള്ള വിലക്ക് നീക്കിയെങ്കിലും ട്രംപ് തൻ്റെ സ്വന്തം ട്രൂത്ത് സോഷ്യലിൽ തന്നെ ആക്റ്റീവായി നിലനിന്നു. 2022 ഫെബ്രുവരിയിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിലാണ് ആദ്യം ട്രൂത്ത് സോഷ്യൽ വരുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വരാൻ പിന്നെയും താമസമെടുത്തു. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന കണ്ടന്റുകൾ നിയന്ത്രിക്കാനുള്ള കടുത്ത പോളിസികൾ സംബന്ധിച്ചതിന് ശേഷം മാത്രമാണ് ട്രൂത്ത് സോഷ്യലിന് പ്ലേ സ്റ്റോറിലേക്ക് അനുമതി കിട്ടിയത്. അതാകട്ടെ 2022 ഒക്ടോബറിലും. എക്സിന് സമാനമായ യൂസർ ഇൻ്റർഫേസാണ് ട്രൂത്ത് സോഷ്യലിനുമുള്ളത്. അക്കൗണ്ട് എടുത്തവർക്ക് ട്രൂത്തുകൾ പോസ്റ്റ് ചെയ്യാം, മറ്റുള്ളവരുടെ ട്രൂത്തുകൾ ഷെയർ ചെയ്യുകയും ചെയ്യാം, അവക്ക് മറുപടി നൽകാം. സെൻസർഷിപ്പുകൾ ഒന്നുമില്ലാതെ എല്ലാം പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോമാണെന്നാണ് അവകാശവാദം. പക്ഷേ നിലവിൽ ട്രൂത്ത് സോഷ്യലിൽ കൺസർവേറ്റീവുകളുടെ ആധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ട്രൂത്ത് സോഷ്യലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് തുറന്ന വിവരം സന്തോഷത്തോടെ ഒരു ട്രൂത്ത് പോസ്റ്റ് ചെയ്ത് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇവിടെയുള്ളവരുമായി സംവദിക്കാൻ, വരും കാലങ്ങളിൽ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ കാത്തിരിക്കുന്നുവെന്നാണ് മോഡി പോസ്റ്റ് ചെയ്തത്. അതോടൊപ്പം ആദ്യ പോസ്റ്റിൽ തന്നെ മോഡിയും ട്രംപും 2019 ടെക്സസിൽ നടന്ന ഹൗഡി മോഡി ചടങ്ങിൽ കൈകോർത്ത് സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രവും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് ഫോളോവേഴ്സും മോഡിക്കുണ്ടായി. അല്പസമയത്തിന് ശേഷം തന്നെ മോഡിയുടെ രണ്ടാമത്തെ ട്രൂത്തും വന്നു. മൈ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപിന് ഒരു നന്ദി. 2 ദിവസം മുമ്പ് നരേന്ദ്രമോദി ലെക്സ് ഫ്രെഡ്മാനുമായി നടത്തിയ പോഡ്കാസ്റ്റിൻ്റെ യൂട്യൂബ് ലിങ്ക് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്തിരുന്നു. ഇത് പങ്കുവച്ചാണ് മോഡി ട്രംപിന് നന്ദി അറിയിച്ചത്. ട്രംപിൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ട്രൂത്ത് സോഷ്യൽ ഇന്ത്യക്കാർക്ക് അത്ര പരിചയമായിട്ടില്ല. എന്നിട്ടും ജോയിൻ ചെയ്ത ശേഷം 2 ദിവസത്തിനകം തന്നെ 30,000 കടന്നിട്ടുണ്ട് മോഡിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം. പക്ഷേ മോഡി ആകെ 2 പേരെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഒന്ന് സാക്ഷാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ, മറ്റൊന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മോഡിയുടെ അക്കൗണ്ടുകൾക്ക് കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അന്താരാഷ്ട്ര ആരാധക വൃന്ദം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് അത്രയധികം പോപ്പുലർ അല്ലാത്ത ട്രംപിൻ്റെ മാത്രം ട്രൂത്ത് സോഷ്യലിൽ മോഡി കൈവച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ട്രംപിനെയും JD വാൻസിനെയും മാത്രം ഫോളോ ചെയ്തതും എന്തുകൊണ്ടായിരിക്കും? ആദ്യ ട്രൂത്ത് പോസ്റ്റിൽ തന്നെ ഇതിൻ്റെ ഉത്തരം വ്യക്തമാണ്. മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. അതിനപ്പുറം 2 രാജ്യത്തലവന്മാർ തമ്മിലുള്ള ഡിജിറ്റൽ ഡിപ്ലോമസി, ജിയോ പൊളിറ്റിക്കൽ ഇടപെടലുകൾ തുടങ്ങിയ നിരവധി മാനങ്ങൾ ഈ സോഷ്യൽ മീഡിയ തന്ത്രം വഴി മോഡി ലക്ഷ്യമിടുന്നുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നു. രണ്ടാം ട്രംപ് ആദ്യ തവണ കാണിച്ച അത്രക്ക് സ്നേഹം ഇപ്പോഴത്തെ ഫ്രണ്ട് തരുന്നില്ല എന്നൊരു സംശയം നമ്മുടെ ജിക്കുണ്ടാവണം. തീരുവ വിഷയത്തിലടക്കം ഇന്ത്യയോടുള്ള ട്രംപിൻ്റെ സമീപനത്തിൽ ജി എന്തോ ഒരു പന്തികേട് മണത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ചേ പറ്റൂ. അതിൻ്റെ ഭാഗമാവണം മോഡിയുടെ ട്രൂത്ത് സോഷ്യൽ പ്രവേശനം. ലെക്സ് ഫ്രെഡ്മാനുമായി നടത്തിയ പോഡ്കാസ്റ്റ് ട്രംപ് പങ്കുവച്ചതോടെ ഇതൊരു സുവർണാവസരമാവുകയും ചെയ്തു. പോഡ്കാസ്റ്റിലും ട്രംപ് എന്ന തൻ്റെ ഫ്രണ്ടിനെ മോഡി വല്ലാതെ പുകഴ്ത്തിയിരുന്നു. അതോടൊപ്പം എക്സിനും ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബിനും പുറമെ
പ്രതിമാസം 6 മില്യൺ സന്ദർശകരുള്ള ട്രൂത്ത് സോഷ്യലിലും സജീവമാകാൻ മോഡി തീരുമാനിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ആഗോള ഡിജിറ്റൽ സാന്നിധ്യം ഇനിയും വികസിക്കുകയാണ്. പക്ഷേ ഡിജിറ്റൽ മീഡിയ ഇടപെടലുകളിൽ ട്രംപും മോഡിയും തമ്മിലുള്ള സാമ്യം നാം കാണാതെ പോകരുത്. രണ്ടു പേർക്കും ട്രഡീഷണൽ മാധ്യമങ്ങളോട് വല്ലാത്ത പുച്ഛമാണ്. നയങ്ങളിലെ കോൺസർവേറ്റീവ് ചായ്വുകളും കാണാതെ പോകരുത്. മുഖ്യധാര സോഷ്യൽ മീഡിയകൾക്കപ്പുറത്ത് തന്നെയും തൻ്റെ വാദഗതികളെയും അംഗീകരിക്കുന്ന, തൻ്റെ സന്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന, വലതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ തൻ്റെ ആഗോള ഔട്ട്റീച്ചിനെ രൂപപ്പെടുത്താൻ മോഡി കരുതുന്നുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിനേക്കാളും മികച്ചൊരു വഴി മോദിക്ക് ഇന്ന് വേറെ ഏത് കിട്ടാനാണ്? മോഡിയെപ്പോലെ വലിയ മാർക്കറ്റായ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളുടെ നേതാക്കളെ തൻ്റെ കമ്പനിയായ ട്രൂത്ത് സോഷ്യലിൻ്റെ ഭാഗമായി സജീവമാക്കിയാൽ അതൊരു ക്രെഡിബിളായ പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ ട്രംപിനും അധിക സമയം വേണ്ടി വരില്ല. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനിക്ക് അതൊരു സഹായമാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും ഉപകാരമുള്ള ഒരു ഉടമ്പടിയാണ് ഈ സോഷ്യൽ മീഡിയ പ്രഹസനം എന്നർത്ഥം. ട്രംപിൻ്റെ ആൾട്ടർനേറ്റീവ് ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന കാഴ്ചപ്പാടിനോട് മോഡിയുടെ ഒരു ഐക്യദാർഢ്യം. ഇനി ട്രംപ് മോഡി ഡിജിറ്റൽ ഭായി ഭായി.